നമസ്കാരം. തനിസ് PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങളാണ്, MCQ ടൈപ്പിലാണ് വീഡിയോ ഉള്ളത്. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് പോവാം. 10th പ്രിലിംസ് എക്സാം, LDC, LGS, അതുപോലെ വില്ലേജ് ഫീൽഡ് എക്സാം എഴുതുന്ന ഏവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, ജോഗ് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? ജോഗ് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻസ്: ആന്ധ്രാപ്രദേശ്, കേരളം, കർണാടക, മഹാരാഷ്ട്ര. ആൻസർ: കർണാടക. ജോഗ് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? കർണാടക. നെക്സ്റ്റ് വൺ, തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ്: മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, കേരളം, ഉത്തർപ്രദേശ്. ആൻസർ: കേരളം. തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. നെക്സ്റ്റ് വൺ, കഥകളിയുടെ പ്രാചീന രൂപം ഏതാണ്? കഥകളിയുടെ പ്രാചീന രൂപം ഏതാണ്? ഓപ്ഷൻസ്: കുറത്തിയാട്ടം, കൃഷ്ണനാട്ടം, രാമനാട്ടം, കൂടിയാട്ടം. ആൻസർ: രാമനാട്ടം. കഥകളിയുടെ പ്രാചീന രൂപം ഏതാണ്? രാമനാട്ടം. നെക്സ്റ്റ് വൺ, ഇൻസുലിനിൽ അടങ്ങിയിട്ടുള്ള ലോഹം ഏതാണ്? ഇൻസുലിനകത്ത് അടങ്ങിയിട്ടുള്ള ലോഹം ഏതാണ്? ഓപ്ഷൻസ്: മഗ്നീഷ്യം, ലിഥിയം, സിങ്ക്, സോഡിയം. ആൻസർ: ഓപ്ഷൻ സി, സിങ്ക്. സിങ്കാണ് ഇൻസുലിനകത്ത് അടങ്ങിയിട്ടുള്ള ലോഹം. നെക്സ്റ്റ് വൺ, നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? പീറ്റ് മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, കരിമണ്ണ്, എക്കൽ മണ്ണ്. ആൻസർ: ഓപ്ഷൻ ഡി, എക്കൽ മണ്ണ്. ഓപ്ഷൻ ഡി, എക്കൽ മണ്ണ്. നെക്സ്റ്റ് വൺ, തവിട്ടുകൽക്കരി എന്നറിയപ്പെടുന്ന ധാതു വിഭവം ഏതാണ്? തവിട്ടുകൽക്കരി എന്നറിയപ്പെടുന്ന ധാതു വിഭവം ഏതാണ്? ഓപ്ഷൻസ്: ലിഗ്നൈറ്റ്, പീറ്റ്, ആന്ത്രസൈറ്റ്, ബിറ്റുമിൻ. ആൻസർ: ലിഗ്നൈറ്റ്. തവിട്ടുകൽക്കരി ലിഗ്നൈറ്റ് ആണ്. നെക്സ്റ്റ് വൺ, ധാതു സമ്പത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ധാതു സമ്പത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ്: മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്. ആൻസർ: ജാർഖണ്ഡ്. 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 നെക്സ്റ്റ് വൺ, ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ്: കേരളം, തമിഴ്നാട്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്. ആൻസർ: ഓപ്ഷൻ സി, ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഹരിത വിപ്ലവം മൂലം ഉൽപാദന വർധനവുണ്ടായ വിള ഏതാണ്? ഹരിത വിപ്ലവം മൂലം ഉൽപാദന വർധനവുണ്ടായ വിള ഏതാണ്? ഓപ്ഷൻസ്: ഗോതമ്പ്, തേയില, റാഗി, നാളികേരം. ആൻസർ: ഓപ്ഷൻ എ, ഗോതമ്പ്. ഹരിത വിപ്ലവം മൂലം ഉൽപാദന വർധനവുണ്ടായ വിളയാണ് ഗോതമ്പ്. നെക്സ്റ്റ് വൺ, എൻ്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണ്? എൻ്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻസ്: കെ മാധവൻ, VT ഭട്ടതിരിപ്പാട്, AK ഗോപാലൻ, K കേളപ്പൻ. ആൻസർ: VT ഭട്ടതിരിപ്പാട്. ആൻസർ: VT ഭട്ടതിരിപ്പാട്. നെക്സ്റ്റ് വൺ, യക്ഷഗാനം ഏത് സംസ്ഥാനത്തിൻ്റെ കലാരൂപമാണ്? യക്ഷഗാനം ഏത് സംസ്ഥാനത്തിൻ്റെ കലാരൂപമാണ്? ഓപ്ഷൻസ്: കർണാടകം, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ഗോവ. ആൻസർ: ഓപ്ഷൻ എ, കർണാടകം. യക്ഷഗാനം കർണാടകത്തിൻ്റെ കലാരൂപമാണ്.
നെക്സ്റ്റ് വൺ, തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിൻ്റെ ഗതി കണ്ടുപിടിച്ചത് ആരാണ്? തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിൻ്റെ ഗതി കണ്ടുപിടിച്ചത് ആരാണ്? ഓപ്ഷൻസ്: വാസ്കോ ഡ ഗാമ, ഹിപ്പാലസ്, ബ്രയാൻ, ജോൺ കാബ്രാൾ. ആൻസർ: ഹിപ്പാലസ്. തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിൻ്റെ ഗതി കണ്ടുപിടിച്ചത് ഹിപ്പാലസ്. നെക്സ്റ്റ് വൺ, കേരളത്തെ കുടകുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? കേരളത്തെ കുടകുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? താമരശ്ശേരി ചുരം, പെരിയാർ ചുരം, ബോഡിനായ്ക്കൂർ ചുരം, പേരമ്പാടി ചുരം. ആൻസർ: പേരമ്പാടി ചുരം. കേരളത്തെ കുടകുമായി ബന്ധിപ്പിക്കുന്ന ചുരം പേരമ്പാടി ചുരം. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനമായ പർവ്വതനിര ഏതാണ്? ഓപ്ഷൻസ്: വിന്ധ്യ പർവ്വതനിര, ആരവള്ളി, സത്പുര, ഹിമാലയ. ഇന്ത്യയുടെ ഏറ്റവും പ്രാചീനമായ പർവ്വത നിരയാണ് ആൻസർ ഓപ്ഷൻ ബി ആരവല്ലി. ആൻസർ ഓപ്ഷൻ ബി ആരവല്ലി. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ അടിത്തറ എന്താണ്? ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ അടിത്തറ എന്താണ്? ഓപ്ഷൻസ്: പഞ്ചശീല തത്വങ്ങൾ, മതനിരപേക്ഷത, ചേരി ചേരായ്മ, നിരായുധീകരണം. ആൻസർ ഓപ്ഷൻ എ പഞ്ചശീല തത്വങ്ങൾ. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ അടിത്തറ എന്താണ്? പഞ്ചശീല തത്വങ്ങൾ. നെക്സ്റ്റ് വൺ, പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആരാണ്? പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻസ്: ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ആത്മാറാം പാണ്ഡുരംഗ്, സ്വാമി ദയാനന്ദ സരസ്വതി, ഹെൻറി ഡെറോസിയോ. ആൻസർ ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗ്. മുത്തുക്കുട്ടി എന്ന് പേരുണ്ടായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മുത്തുക്കുട്ടി എന്ന് പേരുണ്ടായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻസ്: വൈകുണ്ഠസ്വാമികൾ, ശ്രീനാരായണ ഗുരു, വാഗ്ഭടാനന്ദൻ, ചട്ടമ്പി സ്വാമികൾ. ആൻസർ വൈകുണ്ഠ സ്വാമികൾ. ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികൾ. മുത്തുക്കുട്ടി എന്ന് പേരുണ്ടായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. നെക്സ്റ്റ് വൺ, സാധുജന പരിപാലന യോഗം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻസ്: ശ്രീനാരായണ ഗുരു, അയ്യൻകാളി, ചട്ടമ്പി സ്വാമികൾ, കെ കേളപ്പൻ. സാധുജന പരിപാലന യോഗം എന്ന സംഘടന സ്ഥാപിച്ചത് ആൻസർ അയ്യങ്കാളി. നെക്സ്റ്റ് വൺ, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം. ഓപ്ഷൻസ്: മീററ്റ്, ബോംബെ, കൽക്കട്ട, ജയ്പൂർ. ആൻസർ ഓപ്ഷൻ എ മീററ്റ്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള സിംഹം എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻസ്: കുഞ്ഞാലിമരയ്ക്കാർ, പഴശ്ശിരാജ, വേലുത്തമ്പി ദളവ, മാർത്താണ്ഡവർമ്മ. ആൻസർ ഓപ്ഷൻ ബി പഴശ്ശിരാജ. ഓപ്ഷൻ ബി പഴശ്ശിരാജ. കേരള സിംഹം പഴശ്ശിരാജ. നെക്സ്റ്റ് വൺ, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള ഏതാണ്? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള ഏതാണ്? ഓപ്ഷൻസ്: ശണം, റബ്ബർ, പരുത്തി, ഗോതമ്പ്. ആൻസർ ഓപ്ഷൻ എ ചണം. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള ഏതാണ്? ആൻസർ ഓപ്ഷൻ സി പരുത്തി. ഓപ്ഷൻ സി പരുത്തി. നെക്സ്റ്റ് വൺ, അറബിക്കടലിൽ പതിക്കുന്ന നദി ഏതാണ്? അറബിക്കടലിൽ പതിക്കുന്ന നദി ഏതാണ്? ഓപ്ഷൻസ്: മഹാനദി, ഗോദാവരി, കാവേരി, നർമ്മദ. ആൻസർ ഓപ്ഷൻ ഡി നർമ്മദ. ആൻസർ ഓപ്ഷൻ ഡി നർമ്മദ.
നെക്സ്റ്റ് വൺ, പൗരൻ്റെ ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിലാണ് വിവരിച്ചിരിക്കുന്നത്? ഓപ്ഷൻസ് 21A, 51A, 370, 356. ആൻസർ ഓപ്ഷൻ ബി 51A. നെക്സ്റ്റ് വൺ, പണ്ടാരപ്പാട്ട് വിളംബരം നടന്ന വർഷം ഏതാണ്? പണ്ടാരപ്പാട്ട് വിളംബരം നടന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 1865. 1865. നെക്സ്റ്റ് വൺ, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ഓപ്ഷൻസ് കുറിച്യ കലാപം, പഴശ്ശി, ആറ്റിങ്ങൽ കലാപം, ചനാർ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന സംഘടിത കലാപം ഏതായിരുന്നു? ആൻസർ ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം. ഓക്കെ, നിങ്ങളുടെ കമൻസുകളും ലൈക്കുകളും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും വീഡിയോസുമായി കാണാം.